സംസ്ഥാനത്ത് ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ ഒഴിയുന്നേയില്ല. കാസർഗോഡ്, കണ്ണൂർ മേഖലകളിലെ വിവിധയിടങ്ങളിൽ ഇപ്പോഴും മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നുണ്ട്. മലപ്പുറം അങ്ങാടിപ്പുറം മേൽപ്പാലം റോഡിൽ ഗതാഗത കുരുക്ക് അതിരൂക്ഷമാണ്. അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്ക് അങ്ങാടി പാട്ടാണ്. ഈ ഒരു ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ എല്ലാവിധ ആളുകൾക്കും ഇപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാകും ഇത് ഏത് മേഖലയാണെന്ന്. പാലക്കാട് കോട് ദേശീയപാതയിലെ അങ്ങാടിപ്പുറം മേൽപ്പാലം വർഷങ്ങളായി പരാതി പറയുന്നുണ്ട്. പല അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. പക്ഷേ ശാപമോക്ഷം ഇനിയും കിട്ടിയിട്ടില്ല. എന്താണ് ഇതിനൊരു ശാശ്വത പരിഹാരം? അത് തന്നെയാണ് ചോദ്യം. 2016 ഇതിന് ബദലായി നിർമ്മിക്കാവുന്ന ബൈപ്പാസ് യാഥാർത്ഥ്യമായാൽ മാത്രമേ ഇതിനൊരു അന്തിമ ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇപ്പോഴും തുടരുകയാണ്. റോഡിലെ കുഴികൾ ഒരു ഭാഗത്ത്, പൊട്ടിപ്പൊളിഞ്ഞ ടാറിങ്, ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കെ തന്നെയാണ് ഈ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിലൂടെയുള്ള ഈ ഒരു ഗതാഗത കുരുക്കും. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്നവർ ഒരു നിശ്ചിത സ്ഥലത്തെത്താൻ കൃത്യമായ ഒരു സമയം പ്രവചിക്കാൻ പറ്റില്ല. അങ്ങാടിപ്പുറം മേൽപ്പാലത്തിലെ തിരക്ക് കൂടി കണക്കിലെടുത്ത് യാത്ര നടത്താൻ സാധിക്കുകയുള്ളൂ. പാലുണ്ടാക്കി അന്ന് തുടങ്ങിയാണ്. ഈ കുയ്യോട്ട് മാത്രമല്ല, പാലം എന്തുണ്ടാക്കി അന്ന് തുടങ്ങിയ ബ്ലോക്കാണ്. ശാശ്വത പരിഹാരം ഒരടമ്പാലം മാണ്ടൂരം ബൈപ്പാസ് മാത്രമാണ്. അത് വന്നു കഴിഞ്ഞാൽ അങ്ങാടിപ്പുറത്തെ ദുരിതം തീരുള്ളൂ. കുപ്പത്തെയും ജനങ്ങളുടെ ആശങ്ക അവസാനിക്കുന്നില്ല. അതുമാത്രമല്ല, ഇതിലെ പോകുന്ന റോഡുകളിൽ കൂടെ പോകുന്ന വാഹനങ്ങളിലുള്ള യാത്രക്കാർക്കും ഭീതിയാണ്. ഈ മണ്ണിടിഞ്ഞ് ഈ ഭാഗത്ത് ഇങ്ങനെ മണൽ ചാക്കുകൾ അട്ടിയായി വെച്ചാണ് താൽക്കാലികമായി പ്രശ്നം പരിഹരിച്ചിട്ടുള്ളത്. ഇപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് പോലും നമുക്കറിയാം വെള്ളച്ചാട്ടം പോലെ മുകളിൽ നിന്നും വെള്ളം ഒഴുകി താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു പൂർണ്ണമായൊരു പരിഹാരമല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും ഇടിയാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ ഈ മണ്ണിടിഞ്ഞ സമയത്ത് ഇവിടെ എത്തിയ സമയത്ത് തത്സമയം മണ്ണിടിയുന്ന കണ്ടതാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ പേടിയാ. കാരണം അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ പേടിയാവും. നമുക്ക് ആ ബിൽഡിംഗ് എല്ലാം കാണുമ്പോൾ ഇടിഞ്ഞ് മേലേക്ക് പോകുമെന്നുള്ള ഭയങ്കര പേടിയാണ്. കാസർഗോഡ് ജില്ലയിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളുള്ളത് 3ാമത്തെ ഘട്ടത്തിലാണ്. അതിൽ തന്നെ ജനജീവിതത്തിന് പോലും വലിയ ഭീഷണിയായി മാറി നിൽക്കുന്ന വീരമലക്കുന്നിൻ്റെ തൊട്ടടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു മേഖല കഴിഞ്ഞ ജൂലൈ 23-ന് വലിയ തോതിലുള്ള ഒരു അപകടമുണ്ടായൊരു മേഖലയാണ്. ഇവിടെ താൽക്കാലികമായി കോൺക്രീറ്റ് ഭിത്തികൾ നിർമ്മിച്ച് അപകടമില്ലാതാക്കാൻ സാധിക്കുമെന്നുള്ള മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ആ ഒരു വാക്കിനെ, അവർ നൽകിയ ഉറപ്പിനെ പൂർണ്ണമായി തകർക്കുന്ന രീതിയിലുള്ള വലിയൊരു പ്രകൃതി ദുരന്തമായിരുന്നു അവിടെ ഉണ്ടായത്. എന്നാൽ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആളുകൾക്ക് വലിയ തോതിലുള്ള ഒരു ജീവനാശം ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ബന്ധപ്പെട്ട അധികാരികളൊക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. മെഗാ കമ്പനിക്കാർക്ക് പലതവണ നിവേദനങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരാരും മൈൻഡ് ചെയ്തില്ല. ഇതിൻ്റെ ശാസ്ത്രീയ ഘടന, മണ്ണിൻ്റെ ഘടനയോ അല്ല കുന്നിൻ്റെ പ്രത്യേകതയോ ഒന്നും അവർ നോക്കിയില്ല. ഓരോ ദിവസവും ആളുകൾ ജീവിതം പണയം വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഈ നാട്ടിൽ ജീവിച്ചു പോകുന്നത്.